ഈ വർഷത്തെ സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ നോക്കൌട്ട് കാണാതെ പുറത്തായതിന്റെ നിരാശയിലാണ് കേരള ക്രിക്കറ്റ് ടീം. ഗ്രൂപ്പ് ഇയിൽ 3-ാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടതോടെയാണ് കേരളം നോക്കൌട്ടിലെത്താതെ പുറത്തായത്. 5 ഗ്രൂപ്പുകളിലെയും ആദ്യ 2 സ്ഥാനക്കാരാണ് മുഷ്താഖ് അലി ട്രോഫിയിൽ നോക്കൌട്ടിലേക്ക് യോഗ്യത നേടിയത്. മികച്ച സ്കോഡുമായി ടൂർണമെന്റിനെത്തിയ കേരളം പ്രീ ക്വാർട്ടർ പോലും കാണാതെ പുറത്തായത് ക്രിക്കറ്റ് ആരാധകരെ നിരാശയിലാഴ്ത്തി. സയ്യിദ് മുഷ്താഖ് അലി ട്രോഫിയിൽ പ്രതീക്ഷിച്ച മുന്നേറ്റം നടത്താൻ സാധിക്കാതിരുന്ന കേരള ടീം അടുത്ത ആഭ്യന്തര ടൂർണമെന്റിനായുള്ള മുന്നൊരുക്കം ഉടൻ തുടങ്ങും. ഈ മാസം ആരംഭിക്കാനിരിക്കുന്ന വിജയ് ഹസാരെ ട്രോഫിയിലാണ് ഇനി സഞ്ജുവും കേരളവും കളിക്കാനൊരുങ്ങുന്നത്. 50 ഓവർ ഫോർമാറ്റിൽ നടക്കുന്ന മത്സരം സഞ്ജുവിനെ സംബന്ധിച്ചും നിർണായകമായി മാറും. അന്താരാഷ്ട്ര T20 ക്രിക്കറ്റിൽ തന്റെ മികവ് പുറത്തെടുത്ത സഞ്ജുവിന് ഏകദിന മത്സരങ്ങളിലും ഫോമിലെത്താൻ കഴിഞ്ഞാൽ അത് നേട്ടമാകും. വിജയ് ഹസാരെ ട്രോഫിക്കായുള്ള പരിശീലനം ഈ മാസം പകുതിയോടെ കേരള ക്രിക്കറ്റ് ടീം ആരംഭിക്കുമെന്നാണ് കരുതപ്പെടുന്നത്. മുഷ്താഖ് അലി ട്രോഫിയിലെ ക്ഷീണം വിജയ് ഹസാരെ ട്രോഫിയിൽ തീർക്കാമെന്ന പ്രതീക്ഷയിലാണ് കേരള ക്രിക്കറ്റ് ടീം. സഞ്ജുവിന്റെ നേതൃത്വത്തിൽ കിടിലൻ സ്ക്വാഡിനെ തന്നെ ഈ ടൂർണമെന്റിലും കേരളം അണിനിരത്തും. വിജയ് ഹസാരെ ട്രോഫിയിൽ ഇത്തവണ ഗ്രൂപ്പ് ഇയിലാണ് കേരളം കളിക്കുന്നത്. ഇന്ത്യൻ ആഭ്യന്തര ക്രിക്കറ്റിലെ ശക്തരായ ചില ടീമുകളും ഈ ഗ്രൂപ്പിൽ അംഗങ്ങളാണ്. അതുകൊണ്ട് തന്നെ ഗ്രൂപ്പ് ഘട്ട മത്സരങ്ങൾ കേരളത്തിനും സഞ്ജുവിനും അത്ര എളുപ്പമായിരിക്കുകയില്ല. ഡിസംബർ 23-ന് ഹാർദിക് പാണ്ഡ്യയും കൃണാൽ പാണ്ഡ്യയും അണിനിരക്കുന്ന ബറോഡയ്ക്കെതിരെയാണ് വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളത്തിന്റെ ആദ്യ മത്സരം. ഡിസംബർ 26-ന് നടക്കുന്ന 2-ാം മത്സരത്തിൽ കരുത്തരായ മധ്യപ്രദേശിനെ കേരളം നേരിടും. ഡിസംബർ 28-ാം തീയതി ഡൽഹിക്കെതിരെ കളിക്കുന്ന കേരള ടീം ഡിസംബർ 31-ന് ബംഗാളിനെതിരെ ഇറങ്ങും. ജനുവരി 3-ാം തീയതി ത്രിപുര, ജനുവരി 5-ാം തീയതി ബീഹാർ എന്നീ ടീമുകൾക്കെതിരെയും കേരളം കളിക്കും. ഗ്രൂപ്പ് ഘട്ടത്തിലെ എല്ലാ മത്സരങ്ങളും രാവിലെ 9 മണിക്കാണ് ആരംഭിക്കുന്നത്. ഇന്ത്യയുടെ ഏകദിന ടീമിൽ സ്ഥാനം നേടാൻ ശ്രമിക്കുന്ന താരമാണ് സഞ്ജു സാംസൺ. അതുകൊണ്ട് തന്നെയാണ് ഇത്തവണത്തെ വിജയ് ഹസാരെ ട്രോഫി സഞ്ജുവിന് വലിയ പരീക്ഷണമായി മാറുന്നത്. ഇംഗ്ലണ്ടിനെതിരായ ഏകദിന പരമ്പരയും പിന്നാലെ ICC ചാമ്പ്യൻസ് ട്രോഫിയും വരാനിരിക്കുന്നതിനാൽ വിജയ് ഹസാരെ ട്രോഫിയിലെ പ്രകടനങ്ങൾ ഇന്ത്യൻ സെലക്ടർമാർ ഉറ്റുനോക്കും. അവിടെ മികച്ച പ്രകടനം പുറത്തെടുക്കാനായാൽ ഇന്ത്യയുടെ ഏകദിന ടീമിലേക്കുള്ള തിരിച്ചുവരവ് സഞ്ജുവിന് സ്വപ്നം കാണാം. ടൂർണമെന്റിലെ ആദ്യ മത്സരം മുതൽ സഞ്ജു കളിക്കാനുണ്ടാകുമെന്നാണ് ആരാധകരുടെ പ്രതീക്ഷ. ഈ മാസം പകുതിക്ക് ശേഷം വിജയ് ഹസാരെ ട്രോഫിക്കുള്ള കേരള ടീമിനെ KCA പ്രഖ്യാപിച്ചേക്കും. കഴിഞ്ഞ വിജയ് ഹസാരെ ട്രോഫിയിൽ കേരളം മികച്ച പ്രകടനം കാഴ്ചവെച്ചിരുന്നു. ഗ്രൂപ്പ് ഘട്ടത്തിൽ കളിച്ച 7 മത്സരങ്ങളിൽ 5-ലും വിജയിച്ച് 1-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തിയ കേരളം പ്രീ ക്വാർട്ടറിൽ മഹാരാഷ്ട്രയെ 153 റൺസിന് തകർത്തു. എന്നാൽ ക്വാർട്ടർ ഫൈനലിൽ കരുത്തരായ രാജസ്ഥാനോട് തോറ്റ് പുറത്താകാനായിരുന്നു ടീമിന്റെ വിധി. ഹരിയാനയാണ് വിജയ് ഹസാരെ ട്രോഫിയിലെ നിലവിലെ ചാമ്പ്യന്മാർ. കഴിഞ്ഞ വർഷത്തെ ഫൈനലിൽ രാജസ്ഥാനെയാണ് അവർ പരാജയപ്പെടുത്തിയത്.